Hi, welcome to our next video. Next video, subtotal. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഡേറ്റാസ് ആണുള്ളത്. അപ്പോൾ ഓരോ ഗ്രൂപ്പിൽ പെട്ട ഐറ്റത്തെ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ സമ്മ് കണ്ടെത്താനായിരിക്കും, ചിലപ്പോൾ ആവറേജ് എടുക്കാനായിരിക്കും, ചിലപ്പോൾ നമ്പർ ഓഫ് ദിസ് ടൈപ്പ് ഡേറ്റ സെർച്ച് ചെയ്തിട്ട് എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാനായിരിക്കും, ദ മാക്സിമം വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഇറ്റ്സ് മിനിമം വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിരിക്കും. അങ്ങനെ നമുക്കൊരു ഗ്രൂപ്പിൽ പെട്ട നമുക്ക് ബൾക്ക് ഡേറ്റ സിസ്റ്റം ഉണ്ട്. അതിൽ നിന്നൊരു ഗ്രൂപ്പിൽപ്പെട്ട ഡേറ്റകളുടെ ആവറേജോ സമ്മോ അല്ലെങ്കിൽ എത്ര എണ്ണം ഒന്നൊന്ന് കൗണ്ട് ചെയ്യാനോ മാക്സിമൈസ് വാല്യൂ അല്ലെങ്കിൽ മിനിമൈസ് വാല്യൂ ഫൈൻഡ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഏത് ഡേറ്റ ഫീൽഡ് വെച്ചിട്ടാണ് നമുക്ക് സെർച്ച് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, അത് നമ്മൾ ആ ഫീൽഡ് വെച്ച് സോർട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സബ് ടോട്ടൽ ചെയ്യേണ്ടത്. അപ്പോൾ സബ് ടോട്ടൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരേ തരത്തിൽപ്പെട്ട എത്ര ഡേറ്റ ഉണ്ടെന്ന് നോക്കാം, ഒരേ തരത്തിൽപ്പെട്ടതിൻ്റെ ആവറേജ് നോക്കാം, അതിൻ്റെ മാക്സിമം മിനിമം അല്ലെങ്കിൽ സമ്മറേഷൻ ഇതൊക്കെ നമുക്ക് നോക്കാനായിട്ട് സബ് ടോട്ടൽ ഫങ്ഷൻസ് ഉള്ളത്. ഡേറ്റ മാനേജ്മെൻറ്റിൽ നമ്മൾ ഡേറ്റ ഏത് സെക്ഷനിലാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ആ ഫീൽഡ് വെച്ച് നമ്മൾ സോർട്ട് ചെയ്തിരിക്കണം, ഗ്രൂപ്പ് ചെയ്തിരിക്കണം. സോർട്ട് ചെയ്താൽ നമുക്ക് ഗ്രൂപ്പായി കിട്ടും. നമ്മളെ ഷീറ്റിലേക്ക് നമുക്ക് പോകാം. നമുക്ക് ഏതുതരം ഷീറ്റാണോ ഉള്ള അതിനനുസരിച്ച് നമുക്കൊന്ന് റിപ്പോർട്ട് എടുക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ എംപ്ലോയിയുടെ റിപ്പോർട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒരു സാലറി റിപ്പോർട്ടാണ് നമ്മളെ കൈവശമുള്ളത്. ഇപ്പോൾ ഇതിനകത്ത് നമ്മളെ ഫീൽഡ്, നമുക്ക് ഫീൽഡ് നെയിം, ഇവിടെ നമ്മളെ സാലറി നോക്കുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ടോട്ടൽ അറിയണം, അല്ലെങ്കിൽ ക്ലറിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഗോഡൗണിൽ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ലൊക്കേഷൻ തിരിച്ച് ഗ്രൂപ്പ് ചെയ്ത് നമുക്ക് സമ്മറേഷൻ സാലറിയുടെ അറിയണം, സാലറിയുടെ ഗ്രൂപ്പ് അറിയണം. അപ്പോൾ ഇവിടെ നമുക്ക് ലൊക്കേഷൻ വെച്ച് നമ്മൾ സോർട്ട് ചെയ്യണം. അതല്ല ഡെസിഗ്നേഷൻ, ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ക്ലർക്കുമാരുടെ സാലറി എത്ര, അല്ലെ അക്കൗണ്ട് സെക്ഷനിൽ ചീഫ് അക്കൗണ്ട്മാരുടെ സാലറി എല്ലാം കൂടെ എത്രയാണ്, അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണേ നമ്മൾ ആ ഡെസിഗ്നേഷൻ ഫീൽഡ് വെച്ച് നമ്മൾ സോർട്ട് ചെയ്യണം. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഗ്രേറ്റർ ദാൻ ബേസിക് പേ എത്ര എന്നുള്ളവരുടെ എത്ര ഉണ്ടെന്ന് അറിയണം. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ അതേ ബേസിൽ സോർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഒരു സ്പെസിഫൈഡ് ഗ്രൂപ്പിൽപ്പെട്ട ഡേറ്റകളെ സമ്മറൈസ് ചെയ്യാനോ ആവറേജ് കണ്ടുവയ്ക്കാനോ അത് ഈ മാക്സിമം വാല്യൂ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനോ ഒക്കെ നമുക്ക്, അല്ലെങ്കിൽ കൗണ്ട് ചെയ്യാനോ ഒക്കെ നമുക്ക് സബ് ടോട്ടൽ ഉപയോഗിക്കാം. അപ്പം നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, നമുക്കിവിടെ നമുക്ക് ലൊക്കേഷൻ വെച്ച് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച് നമുക്ക് ടോട്ടൽ ചെയ്യാതെ നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഏത് ഫീൽഡിൽ വെച്ചാണോ നിങ്ങളെ കണ്ടീഷൻ, നമുക്കിപ്പോൾ ഇന്ന ഗ്രൂപ്പിൽപ്പെട്ട അല്ലെങ്കിൽ ഇന്ന ഡെസിഗ്നേഷനുള്ള സമ്മ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന സെക്ഷനിൽ ആൾക്കാരുടെ സാലറി ഗ്രൂപ്പ് ചെയ്യണം, ടോട്ടൽ എടുക്കണം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആ ഫീൽഡ് വെച്ച് തന്നെ സോർട്ട് ചെയ്യണം. ഇവിടെ ഞാൻ ഡെസിഗ്നേഷനാണ്, ഡെസിഗ്നേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, സോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഫസ്റ്റിലത് സെലക്ട് ചെയ്യുവാണ് ഫുൾ ഷീറ്റ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡേറ്റയിൽ സോർട്ട് എടുക്കുന്നു. നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച് സോർട്ട് ചെയ്യുക, ഡെസിഗ്നേഷൻ ആണെങ്കിൽ അങ്ങനെ സോർട്ട് ചെയ്യുക, ലൊക്കേഷൻ ആണെങ്കിൽ അങ്ങനെ സോർട്ട് ചെയ്യുക. അപ്പം നമുക്കിവിടെ ലൊക്കേഷൻ നോക്കാം. ഓരോ ഈസ്റ്റേണിൽ സാലറി എത്ര പോയി, വെസ്റ്റേൺ പാർട്ടിൽ സാലറി എത്ര പോയി, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലൊക്കേഷൻ വെച്ചിട്ട് ഇവിടെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നു, ലൊക്കേഷൻ കൊടുക്കുന്നു. ഡെസിഗ്നേഷൻ ആണെങ്കിൽ നമ്മൾ ഈ ലിസ്റ്റിൽ നിന്ന് ഡെസിഗ്നേഷൻ എടുക്കാം, ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കാം. ഉണ്ടോ, ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം ഞാനിവിടെ ഇപ്പോൾ എന്താ ലൊക്കേഷൻ എടുക്കുന്നു, വാല്യൂസ് എ ടു ഇസഡ് ഓർഡറിൽ അത് ഞാൻ സോർട്ട് ചെയ്യും. അതായത് ഇപ്പോൾ ഇവിടെ ഈസ്റ്റേൺ എല്ലാം അടുത്ത് വന്നു, കണ്ട ഗ്രൂപ്പ് ചെയ്ത് കിടക്കുന്നുണ്ടോ, നോർത്തേൺ സൗത്തേൺ വെസ്റ്റേൺ ആയിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് കിട്ടിയ ഡേറ്റ. ഇനി നമുക്ക് ഇതിൻ്റെ സബ് ടോട്ടൽ വാല്യൂ എല്ലാവരുടെയും കൂടെ TA DA HRA ഒക്കെ എത്ര വീതമുണ്ട് എന്നറിയാം. ഫുള്ള് ഞാൻ സെലക്ട് ചെയ്തു. നമ്മൾ ഈ ഡേറ്റ ഫംഗ്ഷനിൽ നിന്ന് സബ് ടോട്ടൽ സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയ ഡയലോഗ് ബോക്സ് നോക്കിയേ, ചേഞ്ച് ചെയ്യണം. നമുക്ക് ചേഞ്ച് ഇൻ ലൊക്കേഷനാണ്, ഏത് ലൊക്കേഷനുള്ളവരുടെ സമ്മറേഷൻ നമുക്ക് കിട്ടണം. യൂസ് ഓഫ് ഫംഗ്ഷൻ, നമുക്ക് എന്തൊക്കെ ഫംഗ്ഷൻ യൂസ് ചെയ്യാം, നമുക്ക് ഫംഗ്ഷൻ സമ്മറൈസ് ചെയ്യണം. എല്ലാത്തിൻ്റെ സമ്മ്, ടോട്ടൽ സാലറി, ടോട്ടൽ HRA, ടോട്ടൽ PF ഇതൊക്കെ നമുക്ക് അറിയണം. അപ്പോൾ ഇവിടെ ലിസ്റ്റ് ഉണ്ട് നോക്കിയേ, സമ്മാണോ എത്ര പേരൊന്നുണ്ട് കൗണ്ട് ചെയ്യേണ്ട കണ്ടീഷനാണെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം. ആവറേജ് ആണെങ്കിൽ ആവറേജ് എടുക്കാം, മാക്സിമം ഫൈൻഡ് ഔട്ട് ചെയ്യണം, മിനിമം ഫൈൻഡ് ഔട്ട് ചെയ്യണം, പ്രോഡക്റ്റ് എടുക്കണം. അപ്പോൾ ഏത് കാൽക്കുലേഷനാണ് നമുക്ക് പ്രോഡക്റ്റ് സാധനങ്ങളുടെയൊക്കെയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എടുക്കാം, വേരിയേഷൻ എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ഫംഗ്ഷനാണ് ചെയ്യേണ്ടത് അത് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഷീറ്റിനനുസരിച്ച് നമ്മൾ സം എടുത്തു. അടുത്തത് അപ്പം നമ്മൾ നമുക്ക് എന്തൊക്കെയാണ് സം ചെയ്യേണ്ടത്, ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. ബേസിക് പേ, DA, HRA, മെഡിക്കൽ അലവൻസ്,
അപ്പോൾ നമ്മൾ വാല്യൂ ഫീൽഡുകളെല്ലാം നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്ത് സം ചെയ്യേണ്ടത്. ഇത് ഓരോ ഗ്രൂപ്പ് ബേസിൽ സം ചെയ്യും, ഗ്രാൻഡ് ടോട്ടലും കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓക്കെ കൊടുക്കുന്നു. നോക്കിയേ, നമ്മൾ ഷീറ്റിന് വന്ന മാറ്റം കണ്ടോ? ഇവിടെ നമുക്കൊന്ന് ടോപ്പിലോട്ട് പോയി നോക്കാം. ഇവിടെ നമുക്ക് നോക്കി ആദ്യം ഫൈനാൻസ്, അതായത് നമ്മൾ ലൊക്കേഷനാണ് കൊടുത്തത്. അപ്പോൾ ഈസ്റ്റേൺ ടോട്ടൽ കണ്ടോ? ബേസിക് പേയുടെ ടോട്ടൽ വന്നു, ഡി എയുടെ ടോട്ടൽ വന്നു, ടി എയിൽ കോളം എടുത്ത് കൂട്ടി കൊടുക്കാം. ഡി എയുടെ ടോട്ടൽ വന്നു, എച്ച് ആറുടെ ടോട്ടൽ വന്നു, കണ്ടോ? ഗ്രോസ് പേ. അപ്പോൾ ഓരോന്നിൻ്റെയും ഇവിടെ നമുക്ക് ടോട്ടൽ കിട്ടിയിട്ടുണ്ട് കണ്ടോ? അത് കഴിഞ്ഞിട്ട് സൗത്തേൻ്റെ ടോട്ടൽ, ഇത് നമുക്ക് ബോൾഡ് ചെയ്തോ ഹൈലൈറ്റ് ചെയ്തോ നമുക്ക് എന്താണ് കളർ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കവിടെ ഫോമാറ്റ് ചെയ്തിടാം. കണ്ടോ? നമുക്കത് ഫോർമാറ്റ് ചെയ്ത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കൺവേർട്ട് ചെയ്തിടാം. അപ്പോൾ ഓരോന്നിൻ്റെ ഇവിടെ കണ്ടില്ലേ, അടുത്ത സെഷൻ ഏതാണോ അത് ടോട്ടൽ ചെയ്തു. അപ്പോൾ സൗത്തേൻ്റെ ടോട്ടൽ കിട്ടി. ഇനിയോ വെസ്റ്റേൺ സാലറി, അതിൻ്റെയും ടോട്ടൽ ഇവിടെ വന്നു അല്ലേ? അപ്പോൾ ആ ടോട്ടൽ നമുക്കിവിടെ കിട്ടി, ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചു. ഗ്രാൻഡ് ടോട്ടൽ, അതിൻ്റെ ഏറ്റവും എൻഡിലായിട്ട് നമുക്ക് ഗ്രാൻഡ് ടോട്ടലും കിട്ടി. കണ്ടോ? ടോട്ടൽ ഞാൻ ഉണ്ടായിരുന്നില്ല. ഇപ്പം നമുക്ക് ഏത് ഗ്രൂപ്പ് ബേസിലാണോ എടുക്കേണ്ട ആ രീതിക്ക് നമ്മൾ സമ്മറൈസ് ചെയ്തെടുത്തു കേട്ടോ. അല്ല, നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ വെറുതെ ഓർഡറിൽ അടിച്ചു വെച്ചു, ഡാറ്റ അടിച്ചു വെച്ചിട്ട് ഏത് ഫീൽഡ് വെച്ചാണോ നമുക്ക് ഗ്രൂപ്പ് ബേസ് ചെയ്യേണ്ടത്, അതിൻ്റെ സം എടുക്കേണ്ടത് നമ്മൾ സോർട്ട് ചെയ്ത്. ഇപ്പം നിങ്ങൾക്ക് അപ്പോൾ അതനുസരിച്ചുള്ള നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് എന്താ സബ് ടോട്ടൽ വാല്യൂ. ഇത് നമുക്ക് വേറെ ഇതിൻ്റെ കോപ്പി എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? സബ് ടോട്ടലിൽ തന്നെ പോയിട്ട് നമുക്ക് ഡേറ്റ എടുക്കുക, സബ് ടോട്ടൽ എടുക്കുക. ഇവിടെ നമുക്കിത് റിമൂവ് ചെയ്യാം. സെലക്ട് ചെയ്തില്ല. അതുപോലെ സബ് ടോട്ടൽ എടുക്കുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു തരാനുണ്ട്. ഇവിടെ കണ്ടോ 3 ഷീറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഫസ്റ്റ് ഷീറ്റ് എന്നാൽ ഗ്രാൻഡ് ടോട്ടൽ മാത്രം കിട്ടും. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും ഗ്രൂപ്പ് മാത്രം പ്രിൻ്റ് എടുക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാം. ഇനി അതല്ല, മൊത്തം ഫുൾ ഡേറ്റ ആയിട്ട് കിട്ടി. അപ്പോൾ ഇവിടെ 3 ഏരിയ ആയിട്ട് കിട്ടും കണ്ട. അതിൽ നമുക്ക് ആവശ്യമുള്ളതിനെ ഗ്രൂപ്പ് ചെയ്ത് വെക്കാം. അവിടെ ഡിസ്പ്ലേ ഓഫാക്കി വെക്കാറുണ്ടോ, മിനിമൈസ് ചെയ്തെടുക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ഏത് രീതിയിലാണോ ഡേറ്റ കിട്ടേണ്ട ആ രീതിയിലേക്ക് മാറ്റി നമുക്ക് ആവശ്യാനുസരണം പ്രിൻ്റ് എടുക്കാനും പറ്റും. ഓക്കെ, ഇപ്പോൾ സബ് ടോട്ടൽ നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ സബ് ടോട്ടൽ എടുക്കുന്നു, അത് സെലക്ട് ചെയ്തിട്ട് പോവുക. സബ് ടോട്ടൽ എടുത്ത് റിമൂവ് ചെയ്താൽ മതിയാവും. ഓക്കെ, സെലക്ട് ചെയ്തു സബ് ടോട്ടൽ എടുത്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൂവ് ആൾ കിട്ടും. ഉണ്ടാ, റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പഴയ പോലെ ആയി ഷീറ്റ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാ വീഡിയോകളും കാണുക, ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഇപ്പം നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് സ്പെസിഫൈഡ് ഡേറ്റയുടെ സമ്മറൈസേഷനാണ് എടുത്തത്. അത് ഏതുതരം ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നോ അതുപോലെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു, ബൈ.